പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി മുരുകദാസിനായി വോട്ട് ചോദിച്ച് NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. രണ്ട് മുന്നണികളും ഒന്നാണെന്നും രണ്ടുപേർക്കുമുള്ള അജണ്ട ഒന്നാണെന്നും UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ പ്രതികരിച്ചു. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പ്രണേഷ് രാജേന്ദ്രന്റെ വിശദീകരണം. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, പാലക്കാട് നിന്ന് എപ്പോഴും ഈ കൗതുക കാഴ്ചകൾ തന്നെയാണല്ലോ, എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? സ്മൃതി, അതായത് ഇന്ന് പുലർച്ചോടുകൂടി ചിറ്റൂരിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് V മുരുകദാസിന്റെ അപരനായിട്ടുള്ള P മുരുകദാസിന്റെ പോസ്റ്ററുകളും സ്ലിപ്പുകളും അടങ്ങുന്ന കാറിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സഞ്ചരിക്കുന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നാട്ടുകാരും LDF പ്രവർത്തകരും എല്ലാം ചേർന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് LDF അവരുടെ പേജിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇതേ പോസ്റ്റ് പിന്നീട് ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രണേഷ് രാജേന്ദ്രന്റെ ഫേസ്ബുക്കിൽ കൂടി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അഡ്വക്കേറ്റ് V മുരുകദാസിന് തന്നെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രണേഷിന്റെ പ്രൊഫൈൽ ഹാൻഡിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഇത് വിവാദമാവുന്നു. പെട്ടെന്ന് തന്നെ പിന്നീട് പ്രണേഷ് ഇത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു തന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നും. ഏതായാലും ഇതിൽ പ്രണേഷ് പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തന്റെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തതായിരിക്കാം. അങ്ങനെയായിരിക്കാം ഈ LDF പ്രവർത്തകർ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട LDFനും BJPക്കും ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതൻ ആരോപിക്കുകയും ചെയ്യുന്നത്. രണ്ട് മുന്നണികളും ഒന്നാണെന്നും രണ്ടുപേർക്കുമുള്ള അജണ്ട ഒന്നാണെന്നും UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതൻ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും ഉണ്ടാകും. കാരണം പേജ് ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് പ്രണേഷ് രാജേന്ദ്രൻ പറയുന്നത്. ഏതായാലും ആ വിഷയത്തിൽ പ്രണേഷ് രാജേന്ദ്രൻ നിയമ നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.